ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടിലെ യഥാർത്ഥ കിങ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആനിമൽ ടൈഗറാണ്. പക്ഷെ ഒരു സോളിറ്ററി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് ഒരു കാടിനെ ഭരിക്കാൻ കഴിവുള്ള ഒരു ആനിമലാണ് ടൈഗർ. ലയൺ ഈസ് പവർഫുൾ, ബട്ട് അവരിങ്ങനെ ഒരു പ്രൈഡായിട്ട് ജീവിക്കുന്ന ഒരു സ്പീഷാണ്. അതുപോലെ ഫീമെയിലാണ് കൂടുതലും ലയൺസിൽ ഹണ്ട് ചെയ്യുന്നതും ജോലി എടുക്കുന്നതും ഒക്കെ. മെയിൽ ലയൺസിന് പ്രൊട്ടക്ഷനാണ് മെയിനായിട്ടുള്ള പണി. പിന്നെ ഫീമെയിൽസിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രേ വരികയാണെങ്കിൽ ഡീൽ ചെയ്യും. പക്ഷേ ടൈഗർ അങ്ങനെയല്ല, സോളിറ്ററി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ് ടു 12 to 15 ഇയേഴ്സൊക്കെയാണ് വൈൽഡിൽ ഒരു ടൈഗറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. 10 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ ഒരു ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ടൈഗേഴ്സ് ഉണ്ട്. പ്രായമാകുമ്പോഴും അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റുമ്പോഴൊക്കെയാണ് അവരുടെ ആ ഒരു ടെറിട്ടറിയിൽ നിന്ന് ഒരു ഔട്ടാവുന്നത്. പുതിയ ചലഞ്ചസ് വരുമല്ലോ യങ് ടൈഗേഴ്സ് വരുമ്പോൾ. സോ അത്രയും ദിവസവും ഒരു ഏരിയ റൂൾ ചെയ്യുന്ന, ഓരോ ദിവസവും കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു അനിമലാണ് ടൈഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആക്ച്വലി ടൈഗേഴ്സിൻ്റെ പ്രിസർവേഷൻ കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ടൈഗർ പ്രിസർവേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ജീവിയാവുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ടൈഗറിനെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. സോ അങ്ങനെ ഫസ്റ്റ് ടൈം ടൈഗറിനെ കണ്ട എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ടൈഗറിനെ കാണുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ എന്ന് പറയുന്ന ഫോറസ്റ്റിലാണ്. ഒരുപാട് വർഷമായി. ഞങ്ങൾ ഒരു ബൈക്ക് ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സായിട്ടുള്ള ഒരു 3 പേര്, എൻ്റെ ഒരു കസിൻ നന്ദു, പിന്നെ എൻ്റെ ഫ്രണ്ട് അനീഷ്, പിന്നെ ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 പേര് ചേർന്നിട്ട് 4 ബൈക്കിലായിട്ടൊരു ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഭയങ്കര റാൻഡമായിട്ടാണ്. ഞങ്ങൾ അതിന് മുന്നേ ഇങ്ങനെ ബൈക്ക് ട്രിപ്പൊന്നും പോയിട്ടില്ല ഒരുമിച്ച്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തു. അന്ന് എൻ്റെ ബജാജ് അവെഞ്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ, ബജാജിൻ്റെ അവെഞ്ചർ എന്ന് പറയുന്ന ബൈക്കായിരുന്നു. അനീഷിൻ്റെ ഒരു KTM ഡ്യൂക്ക് ഉണ്ടായിരുന്നു. നന്ദുവിൻ്റെ ഐ തിങ്ക് FC 150. ശങ്കരൻ പൾസറിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 ബൈക്കിലായിട്ട് പ്ലാൻ ചെയ്തു. ട്രിവാൻഡ്രത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ മണ്ണുത്തി വഴി നേരെ മലപ്പുറം നിലമ്പൂർ വഴിയാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ വൻ വിഹാർ എന്ന് പറഞ്ഞിട്ട് ബന്ദിപ്പൂർ സൈഡിൽ കാടിന് പുറത്തായിട്ട്, പക്ഷേ കാടിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ട് പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ലക്ഷൂറിയസ് ഒന്നുമല്ല, ഒരു ബേസിക് സംഭവമാണ് അന്ന്. ഇന്നെങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അധികം ഡിലേ ഒന്നും ആക്കിയില്ല, പതിയാണ് പോയത്. പ്രത്യേകിച്ച് നന്ദു നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അവനെപ്പോഴും ഒരു 50-60 മെയിൻറ്റെയിൻ ചെയ്തേ പോകത്തുള്ളൂ, ഈവൻ ഇൻ ഹൈവേസ്. നമ്മളെല്ലാം അവൻ്റെ ഒരു പേസുമായിട്ട് മാച്ച് ചെയ്താണ് നമ്മളെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ആദ്യമായിട്ടാണ് ഞാൻ ആ കാട്ടിലേക്ക് ആ ഒരു ഫോറസ്റ്റ് റൂട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻസിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ എൻട്രി ടൈം എക്സിറ്റ് ടൈമിനെ പറ്റിയോ അങ്ങനെ ഒരു കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, രാവിലെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോയി അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 6:30 ആയി. ഗൂഡല്ലൂർ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, മുതുമലൈ ഫോറസ്റ്റിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6:30 ആയി. 6:30 ആയപ്പോൾ കയറ്റി വിട്ടില്ല ഞങ്ങളെ. അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കയറാൻ പറ്റത്തില്ല, 6 o'clock വരെയാണ് ബൈക്സിന് എൻട്രി ഉള്ളത് എന്നുള്ള കാര്യം അവിടെ വെച്ച് പറഞ്ഞു. അപ്പം ഞങ്ങളാകപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ വൻവിഹാറിൽ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ വേറെ വഴിയില്ല, ഞങ്ങൾ ഓൾറെഡി ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വേറെയും കുറേ ബൈക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാംഗ്ലൂരൊക്കെ പോകുന്ന, സ്ഥിരമായിട്ട് ആ റൂട്ട് പിടിച്ച് പോകുന്ന കുറേ ബൈക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം പിടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആരെയും അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവെല്ലാം കാണിച്ചതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു. പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലോറി വരും, ആ ലോറിയുടെ കൂടെ പോകാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോകണ്ട, അനിമൽസൊക്കെ ഉള്ളത് കൊണ്ട് എന്നുള്ള രീതിയിൽ, ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ കയറി ആദ്യമായിട്ടാണ് ഞാൻ ആ റൂട്ടിൽ പോകുന്നത്. അപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം ഒരു ഫോറസ്റ്റ് റൂട്ടാണ്, ഒന്നാമത്തെ കാര്യം. നല്ല റോഡാണ് അവിടെ. ഇപ്പോഴല്ല, പണ്ടേ നല്ല റോഡാണ് എപ്പോഴും. അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ മാനും കാട്ടുപന്നിയൊക്കെ
റോഡിൻ്റെ സൈഡ് വഴിയൊക്കെ ഓടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഫുള്ളി എക്സൈറ്റഡ്. അപ്പോഴും വെളിച്ചമുണ്ട് കേട്ടോ, 6-6:15 ആയിട്ടുള്ളൂ, ഒരുപാട് ഇരുട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനീഷാണ് ആദ്യം പോകുന്നത്, തൊട്ട് ബാക്കിൽ ഞാൻ, പിന്നെ ബാക്കിയുള്ള രണ്ടുപേരും പുറകിലാണ്. കുറച്ച് ദൂരം പോയപ്പോൾ ഒരു കാറ് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങൾ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, ചുറ്റുമൊക്കെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ കാറ് 2 തവണ കാണിച്ചപ്പോഴേക്കും ഞങ്ങളും തിരിച്ച് ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അനീഷാണല്ലോ ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് സൈഡിലിങ്ങനെ കാടാണ്, നടുക്കിങ്ങനെ റോഡിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് തൊട്ടടുത്തെത്തി അനീഷിൻ്റെ വണ്ടി ഇങ്ങനെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ആന നിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ. ആന എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ഈ നാട്ടിലെ ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുള്ള ആനയല്ലേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ആനയല്ല, ഹെവി സൈസിലൊരു ആന. ആ ആനയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് ഭയങ്കര വലുതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില ഫോട്ടോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അന്ന് എനിക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടുള്ള ആനയൊക്കെ ഉത്സവത്തിന് വന്നിരിക്കുന്ന ആനയാണ്. അതിൻ്റെ കൊമ്പെല്ലാം ഒരു വലിപ്പം ഉണ്ടെങ്കിലും അങ്ങനെ കൊമ്പിങ്ങനെ നീണ്ട് വളഞ്ഞ് താഴെ മുട്ടുന്ന രീതിയിൽ നിൽക്കുന്നതൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഈ ആനയുടെ കൊമ്പ് ആക്ച്വലി ഫുൾ ഗ്രോത്ത് എത്തി വളഞ്ഞ് അത് ഏകദേശം റോഡിലിങ്ങനെ ലോ ഫ്ലോർ ബസ്സൊക്കെ നിൽക്കത്തില്ലേ, അതേപോലെ റോഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞെട്ടിപ്പോയി. ഈ ആന റോഡിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി ആ കാറുകാരൻ, അവരുടെ ഹെഡ്ലൈറ്റ് കുറച്ചൊരു വെളിച്ചമുള്ളതുകൊണ്ട് പുള്ളി നേരത്തെ കണ്ടു, കാറുകാരൻ ലൈറ്റ് അടിച്ച് കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നത് തൊട്ടടുത്തെത്തിയപ്പോഴാണ്. അപ്പോഴേക്കും അനീഷ് ആനയെ ക്രോസ് ചെയ്ത് പോയി. പിന്നെ വേറെ വഴിയില്ല, അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ നേരെ അനീഷിൻ്റെ പുറകെ പോയി. ഫോർച്ചുനേറ്റ്ലി ആന ഈ ക്രോസ് ചെയ്യാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. അത് സൈഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ നേരെ കയറി അപ്പുറത്തേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി ഓടിച്ച് സ്ട്രെയിറ്റ് പോയി ബന്ദിപ്പൂറിൻ്റെ മറ്റേ സൈഡിലുള്ള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പുറത്തിറങ്ങി അതുവഴി നേരെ വൻവിഹാറിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ ബന്ദിപ്പൂരിൽ നമുക്കുള്ളത് വൈൽഡ് ലൈഫ് സഫാരീസാണ്. അന്ന് ഇത്ര റേറ്റും ഇല്ലയെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കയ്യിലന്ന് വലിയ ക്യാമറ സെറ്റപ്പൊന്നുമില്ല, ചെറിയ ക്യാമറയൊക്കെയാണ്. ക്യാമറയ്ക്ക് അന്ന് റേറ്റ് ഇച്ചിരി കുറവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 800 to 1600 വരെയൊക്കെയാണ് ക്യാമറയുടെ ചാർജ് വാങ്ങിക്കുന്നത്, 1800 വരെയൊക്കെ. അപ്പോൾ അന്നങ്ങ് അത്ര വലിയൊരു ചാർജൊന്നുമില്ല, ആളിനും ബസ്സിൽ റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ കയറി പോവായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ബന്ദിപ്പൂർ പോയി ബസ് സഫാരിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ജിപ്സി നോക്കിയപ്പോൾ ജിപ്സി ഒന്നും അവൈലബിൾ അല്ല. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ബസ് സഫാരിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നേരെ ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ ക്യാമറയുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ബാഗെല്ലാം പരിശോധിച്ച്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു സാധാരണ ക്യാമറയാണ് ഇടുന്നത്, ഒരു 200 mm താഴെയുള്ള ലെൻസും, അതുകൊണ്ട് വലിയ ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ആയിട്ട് പോയി. ആക്ച്വലി വൈൽഡ് ലൈഫിന് മുമ്പ് ഇതൊന്നും കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല, കാരണം കാണുന്നതെല്ലാം ദൂരെ ആയിരിക്കുമല്ലോ കാഴ്ചകളൊക്കെ. അങ്ങനെ കയറി അങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. നേരെ ബന്ദിപ്പൂരിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്ന മെയിൻ റോഡിൽ നിന്ന്, അതായത് വണ്ടി പബ്ലിക്കിന് ആക്സസ് ഉള്ള റോഡിൽ നിന്ന് നേരെ മണ്ണിട്ട റോഡിലേക്ക് അകത്തേക്ക് കയറി വണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് സഫാരി എപ്പോഴും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ പൊക്കോണ്ടിരുന്ന കുറേ ദൂരമായി. നോക്കിയപ്പോഴേക്കും ഈ ചെറിയ സ്പീഷീസ് മാനും പിന്നെ പക്ഷികളും ഒക്കെ കാണുന്നുണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു പുലി ഒരു മാനിനെ കൊന്നിട്ട് അതിൻ്റെ ഈ കാർക്കസ് കൊണ്ട് നേരെ മരത്തിൻ്റെ മേളിലിട്ടേക്കുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വൈൽഡ് ലൈഫ് ട്രിപ്പിനൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. സ്ഥിരമായിട്ട് പോകുന്നവർക്ക് പിന്നെ അതൊരു യൂസ്ഡ് ടു ആയിട്ട് മാറും. സ്റ്റിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ഡിഫറെൻറ്റ് ഫീലിംഗ്. അങ്ങനെ അവിടെ പോയി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കണ്ട് ഓൾറെഡി എക്സൈറ്റഡ് ആണ്. പെട്ടെന്ന് ഈ ഡ്രൈവറിനൊരു കോൾ വന്നു. ബന്ദിപ്പൂരിൻ്റെയും കബനിയുടെയൊക്കെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഡ്രൈവേഴ്സ് തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സൈറ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു കോണ്ടാക്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പോയിരുന്ന വണ്ടിക്ക് ഒരു ഡ്രൈവറിനൊരു കോൾ വന്നിട്ട് പുള്ളി പെട്ടെന്ന് വണ്ടി പറപ്പിച്ച് വിടാൻ തുടങ്ങി. മൊത്തം പൊടിയടിച്ചിട്ട് വണ്ടി പറപ്പിച്ച് വിട്ട് ഏതോ ഒരു സ്പോട്ടിലെത്തിയിട്ട് വണ്ടി കൊണ്ട് ചവിട്ടി എല്ലാവരുടെ അടുത്തും സൈലൻ്റായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവിടെ ലോക്കലായിട്ടൊരു കൊച്ചു പയ്യനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഈ ബസ് സഫാരിക്ക് പോകുന്നവർക്ക് അറിയാൻ പറ്റും,
ഫാമിലീസ് ഉണ്ടാവും, പിന്നെ ചില ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വൈൽഡ് ലൈഫിനെ പറ്റി ഒന്നും അറിയാത്ത വെറുതെ ഇതിന് കയറി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇവർ വന്ന് ഭയങ്കര ബഹളമാണ്. ബസ്സിനകത്ത് കിടന്നിട്ട് തമാശ പറയലും ചിരിക്കലും പിള്ളേർ കരച്ചിലും ഒക്കെ ആയിട്ട് ഒരു വൈൽഡ് ലൈഫ് സഫാരി ഫീലിംഗ് തന്നെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ അങ്ങനെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ ലോക്കലായിട്ടുള്ള പയ്യൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് റേസ് ആവുകയൊക്കെ ചെയ്തു, ചൂടാവുകയൊക്കെ ചെയ്തു. നിങ്ങൾ വൈൽഡ് ലൈഫ് സഫാരിക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ സൈലൻ്റാക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു പോണ്ടുണ്ട് അവിടെ. പോണ്ടിൻ്റെ സൈഡിലായിട്ട് ഏകദേശം കുറച്ചകത്തേക്ക് മാറിയിട്ട് അവിടെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൈഗറായിട്ടുള്ള ബന്ദിപ്പൂർ പ്രിൻസ് എന്ന് പറയുന്ന ടൈഗറാണെന്നാണ് പറഞ്ഞത്. ഈ ടൈഗേഴ്സിനെ തിരിച്ചറിയാനായിട്ട് മാർഗങ്ങളുണ്ട്. അവരുടെ നമ്മുടെ ഈ ഫിംഗർ പ്രിൻ്റ് പറയത്തില്ല, ഓരോ മനുഷ്യർക്കും ഫിംഗർ പ്രിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ ടൈഗേഴ്സിൻ്റെ ദേഹത്തുള്ള സ്ട്രൈപ്സ് ഉണ്ടല്ലോ, വരകളുണ്ടല്ലോ, അതും ഡിഫറെൻ്റാണ്. എല്ലാ ടൈഗേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വരകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവരെ ബേസിക്കലി നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ബന്ദിപ്പൂർ പ്രിൻസ് എന്ന് പറയുന്ന ടൈഗറിനെയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. വർഷങ്ങൾ ഒരുപാടായിട്ടും ഇന്നും ആ ഒരു മൊമെൻ്റ് എൻ്റെ മൈൻഡിൽ അങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി എത്രയോ തവണ അതിനുശേഷം ഞാൻ ടൈഗർ സൈറ്റിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബന്ദിപ്പൂരിൽ കിട്ടിയിട്ടുണ്ട്, കബനിയിൽ കിട്ടിയിട്ടുണ്ട്, പല പല കാടുകളിൽ കിട്ടിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. പക്ഷേ ആ ഒരു സൈറ്റിംഗ് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് അന്ന് എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ പോലുമില്ല. അന്ന് കിട്ടിയ ഒരു ഇമേജ് ആക്ച്വലി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറ്റുവാണെങ്കിൽ കാണിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ സേവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് ആദ്യമായിട്ട് കിട്ടിയ ടൈഗറിൻ്റെ ഒരു ഇമേജ് വളരെ ദൂരത്തുനിന്നാണ്. ബട്ട് സ്റ്റിൽ അതെപ്പോഴും ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആയിരിക്കുമല്ലോ. ടൈഗറിനെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലായിട്ടൊരു ജിപ്സിയിൽ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ പാറ്റൻ ടാങ്ക് പോലെയുള്ള പ്രൈം ലെൻസും അന്നത്തെ ഏറ്റവും കൂടിയ DSLR ഒക്കെ ഉണ്ടായിരുന്നു. DSLR ഒക്കെ ഉള്ളൂ, അന്ന് മിറർലെസ് ഒന്നും വന്നിട്ട് കൂടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഫോട്ടോസൊക്കെ എങ്ങനെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു 1-2 ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഇരുന്ന ക്യാമറയിൽ എനിക്ക് കിട്ടിയത് ദൂരത്തായിട്ട് ഒരു ലാൻഡ്സ്കേപ്പിൽ ഒരു ടൈഗർ ദൂരെ പൊട്ടുപോലെ കാണാം. അതാണ് കിടക്കുന്നത് കണ്ടത്. ഇവർ കാണിച്ചു തന്ന ഇമേജിനകത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ടൈഗറിൻ്റെ പല്ല് ക്ലിയറായിട്ട് കാണുന്ന രീതിയിൽ അതിൻ്റെ ഫേസ് എടുത്തു വച്ചേക്കുന്നതാണ്. അതായത് അന്ന് എൻ്റെ കയ്യിലിരുന്ന ക്യാമറയും എനിക്ക് കിട്ടിയ ഇമേജ് വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. സോ മേ ബി അതൊക്കെ ആയിരിക്കും പിന്നീട് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത്. പക്ഷേ ആസ് എവറിബഡി നോസ് വെരി എക്സ്പെൻസീവാണ്. ഒരു ക്യാമറയും ലെൻസും ഒക്കെ വെരി എക്സ്പെൻസീവാണ്. നല്ല എക്സ്പെൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മേടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു. പിന്നീട് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ആക്ച്വലി വാങ്ങിച്ച ഒരു DSLR ആണ് D7500. ഇറ്റ്സ് എ വൈൽഡ് ലൈഫ് ക്യാമറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. APS-C ആണ്. ആൻഡ് നിക്കോണിൻ്റെ 200-500mm ടെലിഫോട്ടോ ലെൻസ്. ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന സെയിം ലെൻസും സെയിം DSLR-ഉമാണ്. ഞാൻ ഇതുവരെ മിറർലെസ്സിലേക്ക് മാറിയിട്ടില്ല, മാറണം. പക്ഷേ സ്റ്റിൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ലാത്തൊരു സാധനമാണ്. ഇപ്പോഴും ഇതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഇമേജസും വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് എത്രയോ തവണ ടൈഗറിൻ്റെ സൈറ്റിങ്ങും ടൈഗറിൻ്റെ ഫോട്ടോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ടാവും. രാഹുൽ ബ്രോ എന്ന് പറയുന്ന ഒരു പുള്ളി എൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരൻ 10-18 കൊല്ലത്തിന് മേളിലായിട്ട് കാടിനകത്ത് കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. കേരളത്തിലാണ് കൂടുതലും പുള്ളി സഞ്ചരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു തവണ കബനിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയത്ത്, പുള്ളി അതിന് മുന്നേ കബനിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് പോകുന്ന ആ ഒരു കബനി ട്രിപ്പിലാണ് ആദ്യമായിട്ട് പുള്ളി കാട്ടിനകത്തൊരു ടൈഗറിനെ കാണുന്നത്. അന്ന് പുള്ളി അവിടെ ഇരുന്ന് കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
പുറത്തുനിന്ന് ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഇത്രയും വലിയ കരയാനുള്ള സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്ന ഒരാൾക്കത് മനസ്സിലാവും എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് അതെന്നുള്ളത്. വൻവിഹാറിൽ താമസിച്ച കാര്യം കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. അതായത് ഈ വൻവിഹാറിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണ് ബന്ദിപ്പൂർ സൈഡിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കോമഡി ഉണ്ടായി. കോമഡി എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ട്രാജഡിയാണ്. ഈ വൻവിഹാറിനോട് ചേർന്ന് കിടക്കുന്ന കാടിനകത്ത് നമുക്ക് ട്രെക്കിംഗ് പോകാനുള്ളൊരു ചാൻസ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ തമിഴ്നാട്ടിൽ നിന്നൊരു ഗസ്റ്റ് അവിടെ വന്നിട്ട് പുള്ളി ഈ കാട്ടിനകത്ത് കയറിപ്പോയി അവിടെ ഒരു തേനീച്ചയുടെ കൂട് കണ്ടിട്ട് തേനെടുക്കാൻ വേണ്ടി പുള്ളി ഒരു കമ്പിൻ്റെ അറ്റത്ത് ചെറിയൊരു പന്തമൊക്കെ ഉണ്ടാക്കി ആ തേനീച്ചക്കൂടുന്ന് തേനീച്ച ഓടിക്കാനായിട്ടൊന്ന് കത്തിച്ച് നോക്കി. കോമഡി എന്താണെന്ന് വെച്ചാൽ ആ തേനീച്ചക്കൂടിൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു 5-6 സെൻറ്റ് കാടും കൂടി അങ്ങ് കത്തിപ്പോയി. അങ്ങനെ വൻ വിഷയമൊക്കെ ആയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ട് ലാസ്റ്റ് അവിടത്തേക്കുള്ള ട്രെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി ആ ഒരു ട്രെക്കിങ്ങിന് പോകാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. അങ്ങനെ ചില ആൾക്കാരുടെ മണ്ടത്തരങ്ങളും വിവരമില്ലായ്മയൊക്കെ കാരണം നമുക്കിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അച്ചൻകോവിൽ ഇതേപോലെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാനും അച്ചൻകോവിൽ റൂട്ടിൽ പോയിട്ടുണ്ട് ഇതിന് മുന്നേ. നമുക്കും അബദ്ധമൊക്കെ പറ്റാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റി ലേറ്റൊക്കെ ആയിട്ട് അവിടെ പെട്ടുപോകാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കരിമ്പുലിയുടെ സൈറ്റിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ ഒരുപാട് വന്നു തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ അവർ ഫുള്ളായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. സോ കോന്നി അച്ചൻകോവിൽ റൂട്ട്, ഞവണാൽ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ് കിട്ടും. പാസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മളൊരു അഫിഡവിറ്റ് എഴുതി കൊടുക്കണം. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തത്തില്ല, അതുപോലെ അനിമൽസിൻ്റെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനൊരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വൻവിഹാറിൻ്റെ സംഭവമാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ടൈഗറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ ദൂരം നിന്നുള്ളൊരു ഇമേജാണ് കിട്ടിയത്. പക്ഷേ സ്റ്റിൽ ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഞങ്ങളൊരു കടയിൽ ഇങ്ങനെ സ്നാക്സ് എന്തോ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ മലയാളികളാണ് ആ കട നടത്തിയിരുന്നത്. മലയാളികളാണോ എന്നറിയില്ല, പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു ഇങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഇന്നലെ തൃശ്ശൂരിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരേലാണെങ്കിൽ DSLR പോലും അല്ല, അവർ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയൊക്കെ ആയിട്ടാണ് വന്നത്. ഈ അനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർ ലക്കാണ്. അവർ വന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് കിട്ടി. ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇതാ കാണുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോട്ടോസ് നമുക്ക് കാണിച്ചു തന്നു മൊബൈലിൽ. ഞങ്ങൾ ഞെട്ടിത്തെറിച്ച് പോയി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോസ് എന്താണെന്നറിയോ, അവരുടെ സഫാരി വെഹിക്കിളിൻ്റെ തൊട്ടടുത്ത് ടൈഗർ വന്നിട്ട് ഒരു കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി ഏതാണെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്ത് കടിച്ചെടുത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു സീൻ. അത് വീഡിയോസ് അല്ല, അവർക്ക് അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഫോട്ടോസാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരുപാട് ഫോട്ടോസുണ്ട്. ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് അവരെടുത്തിട്ടുമുണ്ട്. ഇത് അവർക്ക് കിട്ടാൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്നത് ഒരു വെറും പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. പക്ഷേ സംഭവിക്കുന്നത് ഇവരുടെ ബസ്സിൻ്റെ തൊട്ട് സൈഡിലാണ്. അതായത് ബസ്സിൽ നിന്ന് നമ്മൾ കൈ എത്തിയാൽ ചിലപ്പോൾ തൊടാൻ പറ്റുന്ന രീതിയിലാണത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ ഷോട്ടാണ് കിട്ടിയത് അന്ന്. പക്ഷേ നമ്മൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീഷൻസിനെ പറ്റിയോ എക്സിബിഷൻസിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാറേ ഇല്ലല്ലോ. പക്ഷേ ഇന്നാണെങ്കിൽ നമ്മളങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു ഫോട്ടോസാണ്, ഇവർക്ക് ഉറപ്പായിട്ടും ഒരു കോമ്പറ്റീഷൻ പോയിരുന്നെങ്കിൽ സമ്മാനം അടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കിപ്പോൾ തോന്നിയേനെ. അതിനുശേഷം ഞാൻ ഒരുപാട് എക്സിബിഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി എക്സിബിഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഷോട്ട്സൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു 2 തവണയാണ് ഹണ്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. 2 തവണയും എനിക്ക് തോന്നുന്നു വൈൽഡ് ഡോഗ്സാണ് ഹണ്ട് ചെയ്തത്. ഒരു തവണ ശെന്തുരുണി വെച്ചും ഒരു തവണ 2 തവണയും ശെന്തുരുണി ഫോറസ്റ്റിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ കഥ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ശരി, ഇന്ന് എത്രേ ഉള്ളൂ. See you soon with the next one. Until then, adios amigos.